റിമാൻഡ് റിപ്പോർട്ട് പീപ്പിളിന് ലഭിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ പോകുന്നത്. ഈ കേസിന്റെ അന്വേഷണ മധ്യേ ലഭിച്ച പുതിയ വിവരങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞുവരുന്ന ഒന്നാം പ്രതി പൾസർ സുനിയെ ബഹുകോടതിയുടെ അനുമതിയോടെ കാക്കനാട് ജയിലിൽ വെച്ച് വിശദമായി ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തിയതിലും മുൻ മൊഴിയിൽ നിന്ന് വ്യത്യസ്തമായി ഈ കേസിലെ 11ാം പ്രതി ദിലീപ് ആവശ്യപ്പെട്ട പ്രകാരവും നിർദ്ദേശപ്രകാരവും പ്രതിയും 11ാം പ്രതിയും ചേർന്ന് കുറ്റകരമായ ഗൂഢാലോചന നടത്തി ഈ കേസിലെ ആവലാധികാരിയുടെ നഗ്ന വീഡിയോകൾ മൊബൈൽ ഫോണിൽ പകർത്തി 11ാം പ്രതിക്ക് നൽകാൻ 11 പ്രതികൾ ചേർന്ന് ധാരണയിലാവുകയും അതുപ്രകാരമാണ് 1ാം പ്രതിക്ക് പ്രതിഫലം വാഗ്ദാനം ചെയ്തതിന്റെയും തുടർച്ചയായി 1ാം പ്രതി ഗൂഢാലോചനയിൽ തീരുമാനിച്ച പ്രകാരമുള്ള പദ്ധതി നടപ്പാക്കുന്നതിന് മറ്റു പ്രതികളും ഒന്നിച്ച് തുടർ ഗൂഢാലോചന നടത്തിയതാണ് ഈ കേസിലെ കുറ്റകൃത്യം നടത്തിയതെന്നും തെളിവാകുന്നു. അതാണ് ഗൂഢാലോചന നടത്തിയെന്നതിന്റെ പ്രധാന ഭാഗമാണ് റിമാൻഡ് റിപ്പോർട്ടിലെ ആ പ്രധാന ഭാഗമാണ് ഇപ്പോൾ വായിച്ചത്. ഇത്തരത്തിൽ നിർണായകമായ ഭാഗങ്ങളുണ്ട്. അബാദ് പ്ലാസ ഹോട്ടലിൽ വെച്ച് നടന്ന ഗൂഢാലോചനയ്ക്ക് ശേഷം എറണാകുളം തോപ്പുംപടിയിൽ വെച്ച് ശാന്തിഗിരി കോളേജ് തുടങ്ങിയ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ വെച്ചും ഗൂഢാലോചന നടത്തിയിട്ടുള്ളതായും തെളിയുന്നുണ്ട്. മേൽപ്പറഞ്ഞ ലൊക്കേഷനുകളിലെല്ലാം തന്നെ 11 പ്രതികൾ, അതായത് ദിലീപും സുനിയും ഉണ്ടായിരുന്നതായി സാക്ഷിമൊഴികൾ വ്യക്തമാകുന്നു. മൊബൈൽ ടവർ ലൊക്കേഷൻസ്, കോൾ ഡേറ്റ റെക്കോർഡ് എന്നിവ എല്ലാം തെളിവായി ലഭിച്ചിട്ടുണ്ട് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. മേൽപ്പറഞ്ഞ വസ്തുതകളിൽ നിന്നും 11ാം പ്രതിയെ 28ാം തീയതി ചോദ്യം ചെയ്ത് രേഖപ്പെടുത്തിയ മൊഴിയിൽ നിന്ന് പ്രതിയെ നാളിതുവരെ കണ്ടിട്ടില്ലെന്നും നേരിട്ട് അറിയില്ലെന്നും 11ാം പ്രതി പറഞ്ഞിരുന്നു. അതായത് ദിലീപ് പൾസർ സുനിയെ അറിയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതിനെല്ലാം വിഭിന്നമായ വ്യക്തമായ തെളിവുകൾ തങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് സാധൂകരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നവംബർ വരെയുള്ള കാലയളവിൽ ഈ കേസിലെ കുറ്റകൃത്യം നടത്തുന്നതിന് പരസ്പരം നേരിൽ കണ്ട് ഗൂഢാലോചന നടത്തിയതായും അതിന്റെ ഫലമായാണ് ഈ കേസിലെ കുറ്റകൃത്യം നടന്നതെന്നും വ്യക്തമാകുന്നതാണ് എന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ കേസിലെ കുറ്റകൃത്യത്തിനു ശേഷം മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പ്രതിഫലം 1ാം പ്രതിക്ക് ലഭിക്കാത്തതിനെ തുടർന്ന് സുനിൽകുമാർ പൾസർ സുനിയെ ജയിലിൽ നിന്ന് തടവുകാരായ 9ഉം 10ഉം പ്രതികളുടെ സഹായത്തോടെ 11ാം പ്രതിക്ക് കത്തെഴുതിയതായും 9ാം പ്രതി കത്ത് 11ാം പ്രതിക്ക് കൈമാറിയതായും ദിലീപിന്റെ വീട്ടിൽ ചെന്നതായും വീട്ടിൽ ദിലീപ് ഇല്ലാതെ ഇരുന്നതിനാൽ സഹോദരനിൽ നിന്നും പ്രതിയുടെ സഹായിയായ അപ്പണ്ണിയുടെ ഫോൺ നമ്പർ വാങ്ങുകയും ഫോണിൽ ബന്ധപ്പെട്ട് അക്കാര്യം അറിയിച്ചിരുന്നതായും സാക്ഷിമൊഴികൾ കോൾ ഡീറ്റെയിൽസിൽ പ്രകാരവും വെളിവാകുന്നുണ്ട്. ഇതാണ് നേരത്തെ സംശയം ഉന്നയിച്ചത്. തനിക്ക് സുനിൽകുമാറിനെ പൾസർ സുനിയെ അറിയില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ലൊക്കേഷനുകളിൽ നിന്നെല്ലാം ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ നിന്നും മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ചുള്ള റിപ്പോർട്ടിൽ നിന്നും നേരത്തെ തന്നെ മുൻപരിചയമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം കത്തെഴുതിയത് സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. അതിനായി 9ഉം 10ഉം പ്രതികൾ ദിലീപിന്റെ വീട്ടിലേക്ക് എത്തുകയും അക്കാര്യങ്ങൾ വിശദീകരിക്കുകയുമൊക്കെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. വ്യക്തമായ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിന്റെ വ്യക്തമായ വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. ഉമേഷ്, റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഏറ്റവും നിർണായകമായ ഒരു സംഭവം തന്നെ നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. എന്താണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കൂടുതൽ കാര്യങ്ങൾ? അഞ്ജു, ഗൂഢാലോചനയിൽ ദിലീപിന്റെ പങ്ക് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ വായിക്കാം. 11ാം പ്രതിയെ, അതായത് ദിലീപിനെ 28/6/2017 ചോദ്യം ചെയ്ത് രേഖപ്പെടുത്തിയ മൊഴിയിൽ നിന്ന് പൾസർ സുനിയെ 1ാം പ്രതിയെ ഇതുവരെ കണ്ടിട്ടില്ലെന്നും നേരിട്ട് അറിയില്ലെന്നും ദിലീപ് പറഞ്ഞിരുന്നു. ഇതിന് ഘടകവിരുദ്ധമായി ദിലീപും പൾസർ സുനിയും 2013 മാർച്ച് മുതൽ 2016 നവംബർ വരെയുള്ള കാലയളവിൽ ഈ കേസിലെ കുറ്റകൃത്യം നടത്തുന്നതിന് പരസ്പരം നേരിൽ കണ്ട് ഗൂഢാലോചന നടത്തിയതായും അതിന്റെ ഫലമായാണ് ഈ കേസിലെ കുറ്റകൃത്യം നടന്നതെന്നും കാണാവുന്നതാണ് എന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു.
ഇതുകൂടാതെ ഈ കേസിലെ കുറ്റകൃത്യത്തിന് ശേഷം മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പ്രതിഫലം ഒന്നാം പ്രതിക്ക് ലഭിക്കാത്തതിനെ തുടർന്ന് ഒന്നാം പ്രതിയായ പൾസർ സുനി ജയിലിൽ നിന്നും സഹതടവുകാരായ 9ഉം 10ഉം പ്രതികളുടെ സഹായത്തോടെ 11ാം പ്രതിക്ക് കത്തെഴുതിയതായും, അതായത് ദിലീപിന് കത്തെഴുതിയതായും 9ാം പ്രതി ഈ കത്ത് 11ാം പ്രതിക്ക് കൈമാറുന്നതിനായി ദിലീപിന്റെ വീട്ടിൽ ചെന്നതായും, ദിലീപ് വീട്ടിലില്ലാതിരുന്നതിനാൽ ദിലീപിന്റെ സഹോദരനിൽ നിന്നും 11ാം പ്രതിയുടെ, അതായത് ദിലീപിന്റെ സഹായിയായ അപ്പുണ്ണിയുടെ ഫോൺ നമ്പർ വാങ്ങിക്കുകയും ഫോണിൽ ബന്ധപ്പെട്ട് അക്കാര്യം അറിയിച്ചതായും സാക്ഷിമൊഴികൾ കൊണ്ടും ഈ കോൾ ഡീറ്റെയിൽ കൊണ്ടും വെളിവാകുന്നതാണ് എന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഇതുകൂടാതെ ഒന്നാം പ്രതി 21/4/2017 തീയതി എറണാകുളം ജില്ലാ ജയിലിലെ കോയിൻ ബോക്സിൽ നിന്നും ദിലീപിന്റെ ഡ്രൈവറും സഹായിയുമായ അപ്പുണ്ണിയെ ഫോണിൽ വിളിച്ചതിന്റെ രേഖകൾ ലഭ്യമായിട്ടുണ്ട് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഇതുകൂടാതെ 11ാം പ്രതിയും, അതായത് ദിലീപും അപ്പുണ്ണിയും ഒരേ ലൊക്കേഷനിലായിരുന്നു എന്ന് ഫോൺ കോൾ ഡീറ്റെയിലിൽ നിന്ന് വ്യക്തമാകുന്നു എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മലയാള സിനിമയിലെ മുൻനിര നടനായ 11ാം പ്രതിയെ നടിയെ ആക്രമിച്ച കേസിൽ ബന്ധപ്പെടുത്തുമെന്ന് പറഞ്ഞ് നിരവധി കേസിൽ ഉൾപ്പെട്ട ജയിലിൽ കഴിഞ്ഞു വരുന്ന ഒന്നാം പ്രതി ജയിലിനകത്തു നിന്ന് പണം ലഭിക്കുന്നതിന് വേണ്ടി നിരവധി ശ്രമങ്ങൾ നടത്തുകയും അക്കാര്യം 11ാം പ്രതിയുടെ ഡ്രൈവർ അപ്പുണ്ണി, അതായത് ദിലീപിന്റെ ഡ്രൈവർ അപ്പുണ്ണി, സുഹൃത്ത് നാദിർ ഷാ എന്നിവർ 11ാം പ്രതിയെ അറിയിച്ച ശേഷവും ഏകദേശം 20 ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് 11ാം പ്രതി ഒന്നാം പ്രതിക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ളത് എന്നും വ്യക്തമായിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഈ ദിലീപിന്റെ പങ്ക്, ഈ പറഞ്ഞ തെളിവുകളിൽ നിന്ന് തന്നെ ദിലീപിന്റെ പങ്ക് വ്യക്തമായിരിക്കുന്നു എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഇതുകൂടാതെ ദിലീപിനെതിരെ ചുമത്തിയ വകുപ്പുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രകാരമുള്ള വകുപ്പുകളെക്കുറിച്ചും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 9 വകുപ്പുകളാണ് ദിലീപിനെതിരെ ചുമത്തിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 376D ആണ്. ഇത് കൂട്ടമാനഭംഗത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ ഇത് 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് എന്നും നമുക്കറിയാവുന്നതാണ്. ഇതുകൂടാതെ ഗൂഢാലോചന, മറ്റ് തെളിവ് നശിപ്പിക്കൽ, അന്യായമായി തടങ്കലിൽ വയ്ക്കൽ, തട്ടിക്കൊണ്ടുപോകൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങി 9 വകുപ്പുകൾ പ്രകാരം, IT ആക്ട് ഉൾപ്പെടെ 9 വകുപ്പുകൾ പ്രകാരമാണ് ദിലീപിനെതിരെ വകുപ്പുകൾ പ്രകാരം കുറ്റം ചുമത്തിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായിരിക്കുന്നു. ദിലീപും പൾസർ സുനിയുമായുള്ള ബന്ധം വെളിവാക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അഞ്ജു, എന്തായാലും ഉമേഷ, ആദ്യം മുതൽക്കേ തന്നെ വ്യക്തമായ കളവുകളാണ് ദിലീപ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് തന്നെ വളരെയധികം വ്യക്തമാണ്. സുനിയെ അറിയില്ല എന്ന് പറയുന്നത് തുടങ്ങി കത്തെഴുതുന്നത് സംബന്ധിച്ച വരെയുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യതയോടെ തന്ത്രപരമായി ഓരോ മൊഴികൾ ദിലീപ് നൽകിയിരുന്നു. അതിൽ നിന്നെല്ലാം ഭേദിച്ചാണ് ഒടുവിൽ നിന്ന് വ്യക്തമായ തെളിവുകൾ സഹിതം ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയല്ലേ? തീർച്ചയായും അങ്ങനെയാണ്. അന്വേഷണ സംഘം വളരെ കൃത്യമായി തന്നെയാണ് ഓരോ നീക്കവും നടത്തിയത്. ഇത്തരത്തിൽ പൾസർ സുനിയുടെയും മറ്റ് സഹതടവുകാരുടെയും ചോദ്യം ചെയ്തതിന് ശേഷം ദിലീപുമായി ബന്ധപ്പെട്ട ഫോൺ കോൾ ഡീറ്റെയിലും നാദിർ ഷായുടെ ഫോൺ കോൾ ഡീറ്റെയിലും എല്ലാം തന്നെ അന്വേഷണ സംഘം വളരെ കൃത്യമായി തന്നെ പരിശോധിച്ചു, നിരീക്ഷണം നടത്തി. ഈ നിരീക്ഷണത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള തെളിവുകൾ പോലീസിന് ലഭ്യമായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദിലീപിനെ ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യലിൽ പല കാര്യങ്ങളും ദിലീപിന് ഉത്തരം പറയാൻ കഴിയാതെ വന്നു എന്ന കാര്യം ഉൾപ്പെടെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പഴുതടച്ച രീതിയിൽ അന്വേഷണ സംഘം ഇത് അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നു. ദിലീപിന്റെ ഗൂഢാലോചനയിലെ പങ്ക് വെളിവാക്കിയിരിക്കുന്നു. ഇത്തരത്തിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ദിലീപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതിനുശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് രാവിലെയാണ് അങ്കമാലി മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുകയും പിന്നീട് റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പഴുതടച്ച, നേരത്തെ തന്നെ ദിലീപിന്റെ പങ്ക് സംബന്ധിച്ച സൂചനകൾ പുറത്തു വന്നിരുന്നു. ഏത് സമയവും ദിലീപിനെ ചോദ്യം ചെയ്യാം, പിന്നീട് ഒരു അറസ്റ്റ് ഉണ്ടാകാം എന്നുള്ള സൂചനകൾ വന്നിരുന്നെങ്കിലും അന്നൊന്നും എടുത്തു ചാടി അന്വേഷണ സംഘം ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഈ തെളിവുകളെല്ലാം ക്രോഡീകരിച്ച് കൃത്യം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് അത്തരമൊരു നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുള്ളത്. ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപായി തന്നെ വളരെ വിശദമായ ഒരു റിമാൻഡ് റിപ്പോർട്ടും പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ദിലീപിന്റെ പങ്ക് എന്താണ് എന്നുള്ളത് അക്കമിട്ട് നിരത്തുന്ന ഒരു റിമാൻഡ് റിപ്പോർട്ട് തന്നെയാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. 19 തെളിവുകൾ ഉണ്ട് എന്ന കാര്യവും, അത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെയാണ് 19 തെളിവുകൾ ഉള്ളത് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പഴുതടച്ച ഒരു റിമാൻഡ് റിപ്പോർട്ട് എന്ന് തന്നെ നമുക്ക് പറയാം. അത്തരത്തിലുള്ള റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമാണ്
ഇപ്പോൾ ദിലീപിനെ റിമാൻഡ് ചെയ്യുകയും സബ് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായും എന്തായാലും ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പഴുതടച്ച വ്യക്തമായ തെളിവുകളോടുകൂടിയുള്ള ഒരു റിമാൻഡ് റിപ്പോർട്ട് 19 തെളിവുകളാണ് ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതിൽ ലൈംഗിക അതിക്രമം, കൂട്ടബലാത്സംഗം ഉൾപ്പെടെ നിർണായകമായ ഒട്ടേറെ വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ ദിലീപിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തേക്കുള്ള ഇനി ദിലീപിന്റെ ഒരു വരവ് അതൊരു സ്വപ്നമായി മാത്രം അവശേഷിക്കുന്ന ഒരു കാര്യമാണോ? അഞ്ജു, ദിലീപിനെതിരെ അറസ്റ്റ് രേഖപ്പെടുത്തിയ കോടതിയിൽ ഹാജരാക്കിയ സാഹചര്യത്തിൽ ദിലീപിന്റെ അഭിഭാഷകൻ ദിലീപിന് വേണ്ടി ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ദിലീപിന്റെ ഭാഗമായി പറയുന്നത് അല്ലെങ്കിൽ പ്രതിഭാഗം വാദിക്കുന്നത് ഇതെല്ലാം കൃത്രിമമായി ഉണ്ടാക്കിയ തെളിവുകളാണ്, നിരപരാധിത്വം തെളിയിക്കാൻ കഴിയും, ജാമ്യം നൽകണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയായിരിക്കും അടുത്ത ദിവസം ഈ ദിലീപിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ദിലീപിന്റെ അഭിഭാഷകൻ വാദിക്കാൻ പോവുക. എന്തായാലും ഈ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കും. മാത്രമല്ല, ഇത്രയും ശക്തമായ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ചെയ്തു എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് 376D കൂട്ടമാനഭംഗത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ഇതെല്ലാം 20 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇത് എന്ന് അറിയാവുന്ന കാര്യമാണ്. അതുകൂടാതെ മറ്റ് 8 വകുപ്പുകൾ കൂടി ദിലീപിനെതിരെ ചുമത്തിയിട്ടുണ്ട്. അത് 342 അന്യായമായി തടങ്കലിൽ വയ്ക്കൽ, 366 പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ, 411 മോഷ്ടിച്ചെടുത്ത വസ്തുക്കൾ കൈവശം വയ്ക്കുക, 506 ഭീഷണിപ്പെടുത്തൽ, 201 തെളിവ് നശിപ്പിക്കൽ, 212 കുറ്റവാളിയെ ഒളിപ്പിക്കൽ. ഇതുകൂടാതെ IT ആക്ട് പ്രകാരം 67A, മാത്രമല്ല 120B ഗൂഢാലോചന. ഇത്തരത്തിൽ 9 വകുപ്പുകൾ പ്രകാരം, വളരെ ശക്തമായ വകുപ്പുകൾ പ്രകാരം ഉള്ള കുറ്റങ്ങൾ തന്നെയാണ് ഇപ്പോൾ ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. എന്തായാലും അക്കാര്യം നാളെ കോടതി പരിഗണിക്കുന്നുണ്ട്, ദിലീപിന്റെ ജാമ്യാപേക്ഷ. അപ്പോൾ കൂടുതൽ വാദമുഖങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ള കാര്യം നാളെ വ്യക്തമാകും. ജാമ്യം കിട്ടുക നിലവിലെ സാഹചര്യത്തിൽ പ്രയാസമാണ് എന്ന് നമുക്ക് പ്രാഥമികമായി കരുതാവുന്നതാണ്. അഞ്ജു, എന്തായാലും ദിലീപിനെ കൂടാതെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന തരത്തിലേക്കുള്ള അന്വേഷണം അത് കാവ്യ മാധവനിലേക്കും കാവ്യയുടെ അമ്മയിലേക്കും ഒപ്പം അപ്പുണ്ണിയിലേക്കും ഒക്കെയാണ് എത്തി നിൽക്കുന്നത്. നിലവിൽ കാവ്യയ്ക്ക് നേരെ 4 തെളിവുകൾ കൂടി, കാവ്യക്കെതിരെ 4 തെളിവുകൾ കൂടി കിട്ടിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നിർണായകമായ വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണോ കരുതേണ്ടത്? അഞ്ജു, ഈ പൾസർ സുനി കാവ്യമാധവന്റെ വസ്ത്ര സ്ഥാപനമായ ലക്ഷ്യയിൽ എത്തിയതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ തെളിവാണ്. കാരണം നേരത്തെ തന്നെ പൾസർ സുനിയുടെ മൊഴിയുണ്ട് കാക്കനാടുള്ള ഒരു വസ്ത്ര സ്ഥാപനത്തിൽ എത്തിയിരുന്നു എന്നുള്ളത്. അത് കാവ്യമാധവന്റെയാണ് എന്നുള്ള സൂചനയും ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തി ഇവിടെ നിന്നും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുത്തു. ആ CCTV ദൃശ്യത്തിൽ പൾസർ സുനി അവിടെ എത്തിയതിന്റെ ദൃശ്യങ്ങളും ഉണ്ട്. മാത്രമല്ല, ആ സമയത്ത് ആ ദിവസങ്ങളിൽ ഈ വസ്ത്രസ്ഥാപനത്തിൽ നിന്ന് ചില ട്രാൻസാക്ഷൻ നടത്തിയതിന്റെ തെളിവുകൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. അത്തരത്തിൽ ദുരൂഹമായ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച കൂടുതൽ യഥാർത്ഥ വസ്തുത പോലീസിനെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വസ്ത്രസ്ഥാപനം കാവ്യമാധവൻ്റേതായതുകൊണ്ടും ഇപ്പോൾ ദിലീപ് അറസ്റ്റിലായ സാഹചര്യത്തിലും ദിലീപിന്റെ ഭാര്യ എന്നുള്ള നിലയ്ക്കും കാവ്യമാധവനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. അത് ഏത് നിമിഷവും ഉണ്ടാകാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മാത്രമല്ല, ദിലീപിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമാണ് ഈ ഗൂഢാലോചനയിൽ വേറെ ആരൊക്കെ പങ്കാളികളായി അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തമാവുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ അടുത്ത ദിവസം തന്നെ അങ്കമാലി കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിക്കുന്നുണ്ട്. നിലവിലെ സൂചനകൾ അനുസരിച്ച് 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരുപക്ഷെ 3 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസമോ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതയാണ് ഉള്ളത്. കാരണം ആദ്യ 14 ദിവസം, അതായത് ഫസ്റ്റ് റിമാൻഡ് പീരീഡിൽ മാത്രമാണ് ഒരു പ്രതിയെ പരമാവധി ദിവസം പോലീസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള അവസരം കോടതിയിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പരമാവധി ദിവസം ലഭിക്കത്തക്ക തരത്തിലായിരിക്കും കോടതിയിൽ അന്വേഷണ സംഘം അപേക്ഷ സമർപ്പിക്കുക. അത്തരത്തിൽ അപേക്ഷ സമർപ്പിച്ച് ദിലീപിനെ നാളെ തന്നെ കസ്റ്റഡിയിൽ കിട്ടുകയാണെങ്കിൽ ഉടൻ തന്നെ ദിലീപിനെ രഹസ്യ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ആലുവ പോലീസ് ക്ലബിലോ വിളിച്ചു വരുത്തി വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഈ ചോദ്യം ചെയ്യലിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യം ദിലീപിൽ നിന്ന് തന്നെ അറിയാനാവും എന്നും പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, ഈ ഗൂഢാലോചന നടന്നത് കൊച്ചിയിലെ ഹോട്ടലിലാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഹോട്ടലിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിലോ കൊണ്ടുചെന്ന് തെളിവെടുക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട്.
ഇത്തരത്തിൽ വളരെ വേഗം തന്നെ അന്വേഷണ നടപടികൾ പൂർത്തിയാക്കി അതോടൊപ്പം ഈ വേഗതയുണ്ടെങ്കിൽ തന്നെയും പഴുതടച്ച രീതിയിലും ആക്കാനും അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട്. അത്തരം നടപടികളിലേക്ക് തന്നെയാണ് അടുത്ത ദിവസങ്ങളിൽ പോലീസ് കടക്കുക. അഞ്ജു, ശരി, വ്യക്തമാണ്. ദിലീപിനെതിരെ നൽകിയിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിട്ടിരിക്കുന്നത്. വ്യക്തമായ തെളിവുകളോടെ 19 വ്യക്തമായ തെളിവുകളോടെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ദിലീപിനെ. ഇനിയുള്ള നിമിഷങ്ങൾ അത് ചോദ്യം ചെയ്യലുകളുടെയും ഒപ്പം മറ്റ് നിർണായകമായ നിമിഷങ്ങളിലേക്കാണ് ഈ ഒരു കേസ് എത്തി നിൽക്കുന്നത്.